പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. പഴയന്നൂർ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മാതൃകാപരമായ സുരക്ഷയൊരുക്കി പോലീസ്. CI മുഹമ്മദ് ബഷീറിന് അഭിനന്ദനങ്ങൾ. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പഴയന്നൂർ പോലീസ് ഒരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറെ ശ്രദ്ധേയമായി. CI മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മാതൃകാപരമായ സേവനം കാഴ്ചവെച്ചത്. വോട്ടെണ്ണൽ ദിനത്തിൽ കേന്ദ്രത്തിനകത്തും പുറത്തും ഒരു തരത്തിലുമുള്ള സംഘർഷങ്ങൾക്കും അനിഷ്ട സംഭവങ്ങൾക്കും ഇടവരുത്താതെ ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരുപോലെ തൃപ്തികരമായ രീതിയിലാണ് പോലീസ് സുരക്ഷാ വലയം തീർത്തത്. കൗണ്ടിംഗ് ഹാളിനകത്ത് ഏജന്റുമാർക്ക് പാലിക്കേണ്ട ചിട്ടയായ നിർദ്ദേശങ്ങൾ നൽകിയതിലൂടെ വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടന്നു. കേന്ദ്രത്തിന് പുറത്ത് വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നവർക്കായി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. അതുവഴി ഗതാഗത കുരുക്കോ ക്രമസമാധാന പ്രശ്നങ്ങളോ ഇല്ലാതെയാണ് പോലീസ് സാഹചര്യം കൈകാര്യം ചെയ്തത്. കൃത്യനിഷ്ഠയും സമാധാനപരമായ ഇടപെടലുകളും കൊണ്ട് CI മുഹമ്മദ് ബഷീർ ശ്രദ്ധ നേടി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അക്ഷീണമായ സേവനം വോട്ടെണ്ണൽ പ്രക്രിയയെ ഒരു വിജയമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അതായത് പ്രധാനമായിട്ടും ഇവിടെ ഒരു 6 പഞ്ചായത്തുകളുടെ കൗണ്ടിംഗ് സെന്ററാണ് ഈ പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഈ 6 പഞ്ചായത്തുകളിൽ നിന്നും വലിയൊരു ജനസമൂഹം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു. അപ്പം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രത്യേകിച്ച് പോലീസിനെ നമ്മുടെ പുള്ളി സ്റ്റേഷൻ സ്ട്രെങ്ത് കൂടാതെ മറ്റു പുറത്തുനിന്നുള്ള ബറ്റാലിയനെ ഞാൻ കൂടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ 2 DYSP 2 അഡീഷണൽ CI ഇവരെയും കൂടി ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകതയിലും പിന്നെ ഇവിടെ നാട്ടുകാർ നല്ലൊരു സഹകരണമാണ്. അവർ എല്ലാവരും നല്ല ഫ്രണ്ട്ലി അപ്രോച്ചാണ് പോലീസായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ ഇവിടെ ഒരു 2 വർഷത്തോളമായി. അപ്പോൾ അതിനെ കൂടി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ പറഞ്ഞപ്പോൾ അവരനുസരിക്കും നല്ല രീതിയിൽ. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ അത് കഴിഞ്ഞതിൻ്റെ ഈ പ്രചരണങ്ങൾ മുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോഴും അവരെ മറ്റ് സംഘർഷങ്ങളൊന്നുമില്ല. എല്ലാവരും വളരെ പീസ്ഫുള്ളായിട്ട് സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിന്റെ ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ല, പ്രത്യേകിച്ച് പൊതുജനങ്ങൾ മാധ്യമപ്രവർത്തകരെ ഏറ്റവും അഭിനന്ദിക്കുന്നത് ഇവിടെ വാഹനം പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം. എല്ലാവരും വാഹന സൗകര്യമുള്ള ആൾക്കാരാണ്. അതാണ് ഇതിത്തവണ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ഈ പഴയന്നൂർ ടൗണിൽ നിന്ന് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ കടത്തിവിട്ടോടെ ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ചെറിയ വാഹനങ്ങൾ 4 വീൽസ് ഇവിടെ പാർക്കാനുള്ള സൗകര്യങ്ങൾ പ്രത്യേകം ഒരുക്കി. അതിനായിട്ട് അവിടെ ഒരു 10ഓളം പോലീസുകാർ സ്പെഷ്യലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ ഒരു 10 പേരെ വേറെ അഡീഷണൽ ഇൻസൈഡ് ദി കോമ്പൗണ്ട് പ്രത്യേകം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടി. അതുകൊണ്ട് വേറെ കൺജഷൻ അധികം വന്നില്ല. കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം 2-3 ദിവസം ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാം. കാരണം ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നടത്തുന്ന ചില സംഘർഷങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ പോലീസ് സംവിധാനം വളരെയധികം ശക്തമായിട്ട് തന്നെ നേരിടാനുള്ളൊരു ഉണ്ട്. ഞങ്ങൾ അഡ്വാൻസ് തിങ്കിങ് ആണ് കാര്യത്തിൽ. അതായത് അങ്ങനെ 2-3 ദിവസം ഇതുപോലെ ആഹ്ലാദപ്രകടനങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരില്ല. അങ്ങനെയുള്ള വ്യക്തികളെ ഞങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അവരെ പ്രിവെന്റീവായിട്ടൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഉപദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ പ്രവർത്തിക്കാൻ സാധ്യതയില്ല. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചാണ്. തീർച്ചയായും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ അധികൃതരും പൊതുജനങ്ങളും പഴയന്നൂർ പോലീസിന്റെ സേവനത്തെ പ്രശംസിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും തന്നെ ഇതിൽ പങ്കെടുക്കുവാനും അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതിൽ വളരെയധികം കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് അതുപോലെ തന്നെ വളരെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് വളരെയധികം. അത് പ്രത്യേകിച്ച് ഞങ്ങൾ പഴയന്നൂർ പോലീസിനോടും അതുപോലെ തന്നെ ഇത് കൃത്യനിർവഹണം നിർവഹിക്കുന്ന ഇലക്ഷൻ നിർവഹിക്കുന്ന എല്ലാ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ നന്ദി പറയുകയാണ്. ഇത് ഇലക്ഷൻ ഇടയ്ക്കുള്ള ചെറിയ ഒരു വിശേഷമാണ്. താങ്ക് യു. CCV ന്യൂസ്, പഴയന്നൂർ.